Next topic, source of business finance. Sources of business finance. ബിസിനസ് ഫിനാൻസിൻ്റെ സോഴ്സ് ഏതൊക്കെ രീതിയിൽ ബിസിനസ്സിന് ഇതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കാം, ഏതൊക്കെ തരത്തിലുള്ള സോഴ്സ് ഉണ്ട് ബിസിനസ്സിന് ഒരു ഫിനാൻഷ്യൽ എയ്ഡ് കിട്ടാൻ, അതിൻ്റെ ഒരു ക്യാപിറ്റൽ കൂട്ടാൻ, ഇതൊക്കെ ഏതൊക്കെ രീതിയിൽ ബിസിനസ്സിന് ക്യാപിറ്റൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ അതിന് ഫിനാൻസ് ഉണ്ടാക്കാം എന്നതാണ് ഈ ചാപ്റ്റർ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ മലയാളത്തിന് ബിസിനസ് ധനത്തിൻ്റെ സ്രോതസ്സുകൾ ഏതൊക്കെ സോഴ്സുകളാണ് കിട്ടുന്നതെന്ന് മാത്രം, അത് തന്നെയാണ് മലയാളത്തിലുള്ളത്. ഓക്കെ, ഒന്നാമതായിട്ടുള്ളത് അതിൻ്റെ മീനിങ്, നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് ഫിനാൻസ്. ബിസിനസ് ഫിനാൻസിൻ്റെ പ്രാധാന്യവും സ്വഭാവവും ആശയവും ഈ കാര്യങ്ങളാണ്. അതിൻ്റെ മീനിങ്, അതിൻ്റെ നേച്ചർ, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, എന്താണ് ആവശ്യം, അതിൻ്റെ പ്രാധാന്യം. നമുക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ സമൂഹത്തിലെ എല്ലാ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾക്ക് നിറവേറ്റുന്ന പല ആവശ്യങ്ങൾ, പല സാധനങ്ങൾക്ക് വാങ്ങുന്നതിനും റോ മെറ്റീരിയൽ മേടിക്കാനാണെങ്കിലും ബിസിനസ്സിന് ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, വർക്കിംഗ് ക്യാപിറ്റലിനായാലും ലേബറിനായാലും അങ്ങനെ ഏതൊരു കാര്യത്തിനായാലും ഫിനാൻസ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ഫിനാൻസ് എപ്പോഴും അതിൻ്റെ ആവശ്യകതയുണ്ട്. ഇത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഫിക്സഡ് ക്യാപിറ്റലും വേണം, വർക്കിംഗ് ക്യാപിറ്റലും വേണം. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഒരു ദീർഘനാളത്തേക്ക്, അതിപ്പോൾ ലാൻഡ് ആവാം, ബിൽഡിംഗ് ആവാം, അങ്ങനെ എന്തുമാകാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബിസിനസ്സിൻ്റെ ഫിക്സഡ് ഫിനാൻസായിട്ട്, ഫിക്സഡ് ക്യാപിറ്റലായിട്ട് വരുന്നത്. അപ്പം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊക്കെയാണ് ഒരു ബിസിനസ്സിൻ്റെ ഫിക്സഡ് ക്യാപിറ്റലായിട്ട് വരുന്നത്. വർക്കിംഗ് ക്യാപിറ്റലായിട്ട് വരുന്നത് അതിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെയാണ്. വേജസ് കൊടുക്കുന്നതിനും സാലറി കൊടുക്കുന്നതിനും പിന്നെ ചെറിയ റോ മെറ്റീരിയൽ മേടിക്കുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമുണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ അതിൻ്റെ ദീർഘനാളത്തേക്ക് പ്രവർത്തനത്തിനുമാണ്. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോഴ്സസ് ഓഫ് ഫണ്ട്സ്. ഇതിനൊരു ഫണ്ട് വേണം. വർക്കിംഗ് ക്യാപിറ്റലിനായാലും ഫിക്സഡ് ക്യാപിറ്റലിനായാലും ഫണ്ട് വേണം. അത് ഏതൊക്കെ രീതിയിൽ എടുക്കാം, ഏതൊക്കെ രീതിയിൽ അത് കണ്ടെത്താമെന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പല സ്രോതസ്സുകൾ, ഓരോ ക്യാപിറ്റൽ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്രോതസ്സുകളുണ്ട്. നമുക്കത് മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. ഏതൊക്കെ രീതിയിൽ ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലോ ഫിക്സഡ് ക്യാപിറ്റലോ അത് റേസ് ചെയ്യാനുള്ള ഫണ്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ എടുക്കാമെന്ന് നമുക്ക് ഒരു ടേബിളിനകത്ത് പഠിക്കാൻ പറ്റും. ഓൺ ദ ബേസ് ഓഫ് പീരീഡിൻ്റെ ബേസിൽ, കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഓൺ ദ ബേസിസ് ഓഫ് പീരിയഡ്, എത്ര സമയത്തേക്കാണ് ഇത് വേണ്ടത്, അത് ലോങ് ടൈം ആയിട്ടാണോ ഷോർട്ട് ടൈം ആയിട്ടാണോ അല്ലെങ്കിൽ കുറച്ച് അല്ലെങ്കിൽ ഒരു മീഡിയം ടൈമിലേക്കാണോ, എത്ര കാലത്തേക്കാണ് വേണ്ടത്, അതനുസരിച്ച് പീരീഡിൻ്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നീട് ഒരെണ്ണമുള്ളത് ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പ്. അതിൻ്റെ ഓണർഷിപ്പ്, അതിൻ്റെ അതിന് ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ. പിന്നീട് ഓൺ ദ ബേസിസ് ഓഫ് സോഴ്സ് ഓഫ് ജനറേഷൻ, ഇത് എങ്ങനെ എടുക്കാൻ പറ്റും, ഇൻറ്റേർണൽ സോഴ്സിലാണോ എക്സ്റ്റേണൽ സോഴ്സിലാണോ, അതങ്ങനെ മൂന്നായിട്ട് തിരഞ്ഞെടുക്കാം. സോഴ്സ് ഓഫ് ഫണ്ട്സിനെ ക്ലാസിഫൈ ചെയ്യാൻ നമുക്ക് പീരീഡിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാം, ഓണർഷിപ്പിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാം, സോഴ്സ് ഓഫ് ജനറേഷൻ ബേസ് ക്ലാസിഫൈ ചെയ്യാം.
ഈ 3 രീതിയിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പീരിയഡ് ബേസ് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ ലോങ് ടേം, മീഡിയം ടേം, ഷോർട്ട് ടേം. ലോങ് ടൈം ഫിനാൻസ് നമുക്ക് എപ്പോഴും ഇതിനകത്ത് ഉണ്ടായിരുന്നതാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സൊക്കെ ലോങ് ടൈം ഫണ്ട് റേസ് ചെയ്ത ആൾക്കാരാണ്. റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ലാഭത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന ഒരു പങ്ക്, അതിൽ റിട്ടേൺ ഏർണിങ്സ്, അത് ഓരോ വർഷത്തെയും ലാഭത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന റിട്ടേൺ ഏർണിങ്സ്. പിന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് നൽകുന്ന ഫണ്ട്. പിന്നെ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് നൽകുന്ന ഫണ്ട്. ലോങ് ടൈം ലോൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുവെച്ചാൽ ധനപരമായ സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന ഫണ്ടുകൾ, ലോണുകൾ. പിന്നെ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ലോൺ. ഇതൊക്കെയാണ് ലോങ് ടൈം ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള ഫണ്ട് റേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ലോങ് ടൈം ആയിട്ട് പീരിയഡ് ബേസ് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഉള്ളത് 3 എണ്ണത്തിനകത്ത് ലോങ് ടൈം, മീഡിയം ടൈം, ഷോർട്ട് ടൈം. പീരിയഡാണ് ലോങ് പീരിയഡ്, ഷോർട്ട് പീരിയഡ്, മീഡിയം പീരിയഡ്. അപ്പോൾ ഈ 3 എണ്ണത്തിനകത്ത് ലോങ് ടൈമിനകത്ത് ഈ രീതിയിലെല്ലാം ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഷോർട്ട് ടൈം എന്ന് വെച്ചാൽ നമുക്ക് ലോങ് ടൈം അറിയാം. ഷോർട്ട് ടൈം ചെറിയതായിട്ട് എടുക്കുന്ന ട്രേഡ് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ കടത്തിന് സാധനം, ചെറിയ കടത്തിന് സാധനം വാങ്ങുന്നു. അതുകൊണ്ട് ഫാക്ടറിങ് ചെയ്യുന്നു. പ്രോഡക്റ്റുകൾക്ക് ഫാക്ടറി പ്രൈസിൽ ഇങ്ങനെ പിന്നീട് കൊടുക്കുന്ന രീതിയിലൊക്കെ എടുക്കുന്നു. പിന്നെ ബാങ്കിൽ നിന്ന് ചെറിയ ലോൺസ് അല്ലെ ഓടി എടുക്കുന്നതിന്. പിന്നീടുള്ള കൊമേഴ്ഷ്യൽ പേപ്പർ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിരുന്നു അക്കൗണ്ടൻസിക്കകത്ത്. പക്ഷേ ഈ പ്രാവശ്യം അത് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ബിൽസ് ഓഫ് അക്കൗണ്ട്സിനകത്ത് കൊമേഴ്ഷ്യൽ പേപ്പർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, നമുക്ക് പിന്നീട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. കൊമേഴ്ഷ്യൽ പേപ്പർ അത് ഇത്ര നാൾക്കുള്ളിൽ പൈസ തന്നേക്കാം, ഒരു 3 മാസത്തെ കാലാവധി ഉണ്ട്, 3 മാസത്തിനുള്ളിൽ പൈസ തന്നേക്കാം എന്നുള്ള ഷോർട്ട് ടൈം ആയിട്ടുള്ള പീരീഡിൽ എടുക്കുന്ന ഫണ്ട് റേസ് ചെയ്യുന്നത്. അത് വലിയ ഫണ്ട് റേസ് ചെയ്യുന്ന പരിപാടി ഒന്നുമല്ല, എന്തെങ്കിലും ചെറുതായിട്ട് കടമായിട്ട് എടുക്കുന്ന ഒരു പരിപാടി അതേ ഉള്ളൂ. പിന്നീട് മീഡിയം ടൈം, ലോങ് ടൈമിൻ്റെ കാര്യം പറഞ്ഞു. ഷോർട്ട് ടൈം ഒരു 3 മാസം കാലാവധിക്കകത്ത് വീട്ടുന്ന കാര്യങ്ങളാണ് ഷോർട്ട് ടൈം. 1 വർഷത്തിൽ കൂടുതൽ എടുക്കുന്നതാണ് ലോങ് ടൈം. ഈ 3 മാസത്തിനും 1 വർഷത്തിനും ഇടയ്ക്ക് തീർക്കേണ്ട ഒരു കാര്യമാണ് മീഡിയം ടൈം. ലോൺ ഫ്രം ബാങ്ക്സ് ആണ് ചെറിയ ലോൺസ്. ഇപ്പോൾ വലിയ തുകയൊന്നുമല്ല, ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 20,000 രൂപ ലോണൊക്കെ എടുക്കുന്നു. അതൊക്കെ 1 വർഷത്തിനുള്ളിൽ അടച്ച് തീർക്കുന്നതാണ്. പിന്നീട് പബ്ലിക്കിൽ നിന്ന്, പൊതുജനങ്ങളിൽ നിന്നും ഡിപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നത്. ലോൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നേരത്തെ പറഞ്ഞതാണ്, ചെറിയ ലോൺസ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഈട് വെച്ച് എടുക്കുകയോ അങ്ങനെയുള്ള എടുക്കുകയോ ചെയ്യുന്നു. പിന്നീട് ലീസ് ഫിനാൻസിങ്, ലീസിന് കൊടുക്കുന്നത് 1 വർഷത്തേക്ക് വാടകയ്ക്ക് കൊടുക്കുന്നത്, സാധനങ്ങളും കെട്ടിടങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുത്ത് എടുക്കുന്ന, അങ്ങനെ ലീസിന് കൊടുത്ത് പിടിക്കുന്ന പൈസ. നിങ്ങളിപ്പം തുറുപ്പുകലാൻ സിനിമയ്ക്കകത്ത് കണ്ടിട്ടുണ്ടായിരിക്കും, ഇവിടുത്തെ ബാർ ലീസിന് കൊടുക്കുന്നത്. അതേ പരിപാടി തന്നെ, ലീസിന് കൊടുക്കുക, വാടകയ്ക്ക് 1 വർഷത്തേക്ക് കൊടുക്കുന്നത്. പിന്നീട് അടുത്തത് നമുക്കുള്ളത് ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പിൻ്റെ ബേസിൽ കൊടുക്കുക എന്ന് വെച്ചാൽ ഓണർഷിപ്പ് കൊടുക്കുന്നതനുസരിച്ച് ഇപ്പം ഓണേഴ്സ് ഫണ്ടായിട്ടുള്ളതാണ് ഇക്വിറ്റിയും റിട്ടേൺ ഏർണിങ്സ്. അത് ഓണർമാർക്കുള്ളതാണ്, അവരുടെ ലാഭത്തിൻ്റെ ഒരു പങ്കാണ് റിട്ടേൺ ഏർണിങ്സ്. അവരുടെ പ്രോഫിറ്റ് അവരെ വീതം വയ്ക്കാതെ അത് കുറച്ചെടുത്ത് റിട്ടേൺ ഏർണിങ്സ് ആയിട്ട് ഇടുന്നു. അതാണ് അവരുടെ റിട്ടേൺ ഏർണിങ്സ്. അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടേണ്ട ഒരു സാധനമാണ്. ഷെയർ ഹോൾഡേഴ്സിന് കിട്ടേണ്ട ഒരു പ്രോഫിറ്റാണ്. അത് അവർ റിട്ടേൺ ഏർണിങ്സ് ആയിട്ട് അവിടെ ഇടുന്നു, ബിസിനസ്സിൻ്റെ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു റിട്ടേൺ ഏർണിങ്സ്. പിന്നീട് ഉള്ളത് ഇക്വിറ്റി ഷെയർസ് റിയൽ ഓണേഴ്സ് ഓഫ് ദി ബിസിനസ് എന്ന് പറയും, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഇക്വിറ്റി ഷെയർസ് വാങ്ങുന്നതിലൂടെ അത് ഒരു ഫിക്സഡ് ക്യാപിറ്റൽ പോണക്കത് വരുന്നതാണ്. പിന്നീട് ബോറോഡ് ഫണ്ട്, ഓണേഴ്സ് ഫണ്ട് കഴിഞ്ഞു, ഓണർമാരുടെ ഫണ്ടാണ് ഇക്വിറ്റി ഷെയർസും റിട്ടേൺ ഏർണിങ്സ്. അത് കമ്പനി ഡിസൊല്യൂഷനകത്തും റിട്ടേൺ ഏർണിങ്സ് വീതം വെച്ചെടുക്കാനുള്ള അവകാശം ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാത്രമാണ്. പിന്നീട് ബോറോഡ് ഫണ്ട്സ് എന്ന് വെച്ചാൽ കടമായിട്ട് വാങ്ങുന്നത്. ഈ ഡിബെഞ്ചേഴ്സ് എന്ന് വെച്ചാൽ കടം മേടിക്കുകയാണ്, പൊതുജനങ്ങളിൽ നിന്ന് കടം മേടിച്ച് അവർക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതാണ്. അതിന് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് പണം വാങ്ങിക്കാം. പിന്നീട് ലോൺസ്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ലോൺ എടുക്കാം, പബ്ലിക്കിൽ നിന്നും ഡിപ്പോസിറ്റ് മേടിക്കാം. ലീസ് ഫിനാൻസിങ്,
ലീസിന് കൊടുത്ത് വാടകയ്ക്ക് കൊടുത്ത് പൈസ എടുക്കുക. പിന്നീട് കൊമേഴ്ഷ്യൽ പേപ്പർ. നമുക്ക് ഇതിനകത്ത് എല്ലാത്തിനകത്തും ഉള്ളത് ഒരേ സാധനങ്ങൾ തന്നെയാണ്. എങ്കിലും അത് ബേസ് ചെയ്യുന്നത് ലോങ് ടൈം പീരിയഡിൻ്റെ ബേസിലാണോ, ഓണർഷിപ്പിൻ്റെ ബേസിലാണോ, സോഴ്സ് ജനറേഷൻ്റെ ബേസിലാണോ, ഇതെല്ലാം ഒരേ സാധനങ്ങൾ തന്നെയാണ്, ഒരേ രീതിയിൽ തന്നെയാണ് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നത്. എങ്കിലും ഏതൊക്കെ തരത്തിലാണ് ഇത് മാറ്റിപ്പെടുന്നത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ആകെയുള്ളത് ഇക്വിറ്റി ഷെയർസ്, റീറ്റെയിൻ ഏർണിങ്സ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, ലോൺസ്, ലീസ്, ട്രേഡ് ക്രെഡിറ്റ്, ഫാക്ടറിങ്, ബാങ്ക്സ്, കൊമേഴ്ഷ്യൽ പേപ്പർ. ഈ കാര്യങ്ങൾ തന്നെയാണ് എല്ലാത്തിനകത്തും നമുക്ക് പഠിക്കാനുള്ളത്. ഈ 3 ഉള്ളത് 3 രീതിയിലെടുത്താലും അത് ഏത് ബേസിലെടുത്താലും ഇത്രയും രീതിയിൽ മാത്രമേ ഫണ്ട് റേസ് ചെയ്യുന്നുള്ളൂ. ബോറോഡ് ഫണ്ട്സിനകത്തും കൊമേഴ്ഷ്യൽ പേപ്പർ, ലീസ്, പബ്ലിക് ഡിപ്പോസിറ്റ്, ലോൺസ്, ഡിബെഞ്ചേഴ്സ് ഇങ്ങനെ നമുക്ക് എടുക്കാം. അതുപോലെ സോഴ്സ് ജനറേഷൻ 2ആയിട്ട് തന്നെ തിരിക്കും. ഓണർഷിപ്പ് 2ആയിട്ട് തന്നെയാണ് തിരിച്ചോ, ഓണേഴ്സ് ഫണ്ടും ബോറോഡ് ഫണ്ടും. അടുത്തത് സോഴ്സ്. ഇൻറ്റേർണൽ സോഴ്സാണ്, എക്സ്റ്റേണൽ സോഴ്സാണ്. ഇൻറ്റേർണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനകത്തുള്ളവരുടെ നിന്ന് മേടിച്ചാണ്. എക്സ്റ്റേണൽ സോഴ്സ് എന്ന് വെച്ചാൽ ബിസിനസ്സിന് പുറത്തുള്ളവരുടെ നിന്ന് മേടിച്ചാണ്. അത് നമുക്ക് ഈസി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റീറ്റെയിൻ ഏർണിങ്സും മാത്രമാണ് ഇൻറ്റേർണൽ ആയിട്ടുള്ളത്. ബാക്കി എല്ലാം എക്സ്റ്റേണലാണ്. ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ബാക്കി കാര്യങ്ങളെല്ലാം എക്സ്റ്റേണൽ. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലോൺ എടുക്കുക, പിന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് റിയൽ ഓണേഴ്സ് അല്ല. പ്രിഫറൻസ് അവർക്ക് പ്രോഫിറ്റിൽ നിന്ന് പ്രിഫറൻസ് ഉണ്ട്. ഇത്ര തുക മാത്രമേ ഉള്ളൂ. ആ തുക അവർക്ക് ആദ്യമേ കൊടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. കമ്പനിയുടെ നിയമപരമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനം എടുക്കുന്നതിലോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അധികാരമില്ല. അതുകൊണ്ട് പബ്ലിക് ഡിപ്പോസിറ്റ്, ഡിബെഞ്ചേഴ്സ്, ലീസ് ഫിനാൻസിങ്, കൊമേഴ്ഷ്യൽ പേപ്പർ, ട്രേഡ് ക്രെഡിറ്റ്, ഫാക്ടറി ഇതെല്ലാം എക്സ്റ്റേണൽ സോഴ്സാണ്. ഇങ്ങനെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓൺ ദ ബേസ് ഓഫ് പീരീഡ് ആണെങ്കിലും, ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പ് ആണെങ്കിലും, ഓൺ ദ ബേസ് ഓഫ് സോഴ്സ് ഓഫ് ജനറേഷൻ ആണെങ്കിലും ഇത്രയും രീതിയിൽ മാത്രമേ ഫണ്ട് റേസ് ചെയ്യാറുള്ളൂ. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ. റീറ്റെയിൻ ഏർണിങ്സ് ഞാൻ ഇപ്പോൾ പറഞ്ഞിരുന്നു. കമ്പനിയിലെ പ്രോഫിറ്റ്, അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് വീതിച്ചെടുക്കാതെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അത് വീതിച്ചെടുക്കാതെ അതിനെ റീറ്റെയിൻ ഏർണിങ്സ് ആയിട്ട് ഒരു ഫണ്ടായിട്ട് ഇടുന്നതിനാണ് റീറ്റെയിൻ ഏർണിങ്സ് എന്ന് പറയുന്നത്. ആ പ്രോഫിറ്റ് ഒരു ഫണ്ടായിട്ട് അത് യൂസ് ചെയ്യുന്നു. അതാണ് റീറ്റെയിൻ ഏർണിങ്സ് ആയിട്ട് പറയുന്നത്. റീറ്റെയിൻ ഏർണിങ്സ് ആയിട്ട് പറയുന്നത്. അപ്പം അതിന് കുറച്ച് മെറിറ്റ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ റിട്ടേൺ ഏർണിങ്സ് ഈസ് എ പെർമനൻറ്റ് സോഴ്സ് ഓഫ് ഫണ്ട് അവൈലബിൾ ടു ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന് ഒരു പെർമനൻറ്റ് സോഴ്സ് ആയിട്ടുള്ളൊരു ഫണ്ട് റേസിംഗ് ആണ്. എന്ന് വെച്ചാൽ എല്ലാ വർഷവും പ്രോഫിറ്റ് ഇത്രയും വീതിച്ചെടുക്കുന്നതിന് പകരം ഇത്ര തുക റീറ്റെയിൻ ഏർണിങ്സിലോട്ട് ഇടുക, പ്രോഫിറ്റിൻ്റെ ഇത്ര തുക റീറ്റെയിൻ ഏർണിങ്സിലോട്ട് ഇടുക. അപ്പം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാത്രമാണ് അത് ഇടുന്നത്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഫിക്സഡ് തുക അവർക്ക് കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു റീറ്റെയിൻ ഏർണിങ്സിനകത്ത് എടുക്കുന്നതിനോ അത് ഉപയോഗിക്കാനോ ഒരു അധികാരവും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഇല്ല. അതിൻ്റെ പൂർണ്ണമായ അധികാരം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് മാത്രമാണ്. രണ്ടാമതായിട്ട്, ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് എനി എക്സ്പ്രഷൻ കോസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ഓർ ഫ്ലോട്ടേഷൻ കോസ്റ്റ്. അതിന് ഈ ഒരു റീറ്റെയിൻ ഏർണിങ്സ് ഉപയോഗിക്കുന്നതിലൂടെ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കുകയോ അതിന് ഡിവിഡൻറ്റ് കൊടുക്കുകയോ അങ്ങനെ ഒന്നും വേണ്ട. ഇപ്പം ഷെയർസിനാണെങ്കിൽ അവിടെ ഡിവിഡൻറ്റും, ഡിബെഞ്ചേഴ്സിനാണെങ്കിൽ ഇൻട്രസ്റ്റും എല്ലാം കൊടുക്കണം. ഷെയർസിന് ഡിവിഡൻറ്റും ഡിബെഞ്ചേഴ്സിന് ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കണം. പക്ഷേ ഈ റീറ്റെയിൻ ഏർണിങ്സിന് ഒരു കാര്യവും എന്ന് വെച്ചാൽ അതിൻ്റെ പ്രത്യേകിച്ച് ചിലവുകൾ, കോസ്റ്റുകളൊന്നും ഇൻട്രസ്റ്റ് ആയിട്ടോ ഡിവിഡൻറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആയിട്ടോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നീട് മൂന്നാമത്, ആസ് എ ഫണ്ട് ആർ ജനറേറ്റ് ഇൻറ്റേർണലി there is a greater degree of operational freedom and flexibility. അത് ഇൻറ്റേർണലായിട്ടുണ്ടായതാണ്, എന്ന് വെച്ചാൽ കമ്പനിക്കകത്ത് തന്നെ ഉണ്ടായതാണ്. അപ്പം ഇതിനകത്ത് അത് ഉപയോഗിക്കാൻ നല്ല സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ കമ്പനിക്കകത്ത് തന്നെ ഉള്ളതായതുകൊണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സിന് ഓർഗനൈസേഷനകത്ത് തന്നെ ഉള്ളതായതുകൊണ്ട് പുറത്തൊന്നും എടുത്തൊന്നുമല്ല, പബ്ലിക്കിൻ്റെ ഒന്നുമല്ല, കമ്പനീൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ അകത്തുള്ളതാണ്. അപ്പോൾ അത് ഉപയോഗിക്കാൻ വേറെ ആരുടെയും സമ്മതമൊന്നും ചോദിക്കണം, കമ്പനിക്കകത്തുള്ളവർക്ക് തീരുമാനിക്കാം.
അതിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അത് ഈ ഫണ്ട് എങ്ങോട്ടൊക്കെ യൂസ് ചെയ്യണമെന്ന് കമ്പനിക്കകത്ത് ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് തീരുമാനിക്കാവുന്നതാണ്. പിന്നീട് 4ാമത്തെ പോയിന്റ്, ഇറ്റ് എൻഹാൻസ് ദ കപ്പാസിറ്റി ഓഫ് ദി ബിസിനസ് ടു അബ്സോർബ് അൺഎക്സ്പെക്റ്റഡ് ലോസ്. ഇത് പെട്ടെന്നുള്ള ബിസിനസ് അൺസേർട്ടൺ ആണ് ബിസിനസ് എന്ന് നമുക്കറിയാവുന്നതാണ്. നമുക്ക് ഭാവിയെക്കുറിച്ച് ഫ്യൂച്ചർ ഇസ് അൺസേർട്ടൺ ആണ് ബിസിനസ്സിൻ്റെ. അപ്പോൾ അതിൻ്റെ കാര്യം നമുക്ക് വ്യക്തമായി അറിയില്ല, ഫ്യൂച്ചറിനെ കുറിച്ച് അറിയില്ല. അപ്പം അതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫ്യൂച്ചറിൽ എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ ഈ പണം നമുക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അതെടുത്ത് അങ്ങോട്ടിട്ട് ടാലിയാക്കി മാറ്റാവുന്നതാണ്, ലോസ് നികത്താവുന്നതാണ്. 5ാമതായിട്ട്, ഇറ്റ് മേ ലീഡ് ടു ഇൻക്രീസ് ഇൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഇക്വിറ്റി ഷെയർ ഓഫ് ദി കമ്പനി. ഇത് ഒരു കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ്, ഇക്വിറ്റി ഷെയർസിൻ്റെ മാർക്കറ്റ് പ്രൈസ് കൂട്ടുവാനായിട്ട് സഹായിക്കും. എന്ന് വെച്ചാൽ റിട്ടേൺ ഏർണിങ്സ് ഉണ്ട്, പ്രത്യേകിച്ച് അതിന് കടങ്ങളൊന്നുമില്ല. റിട്ടേൺ ഏർണിങ്സ് കൂടുതലുള്ളൊരു കമ്പനിക്ക്, ഇപ്പം റിലയൻസിന് സീറോ ഡെപ്റ്റ് കമ്പനിയാണിപ്പോൾ. 2019-20 കാലഘട്ടം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒറ്റക്കടമില്ല. 90,000 കോടി കടമുണ്ടായിരുന്ന റിലയൻസിന് ഇപ്പോൾ ₹1 കടമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ലോണുകൾ കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇല്ല. കൊറോണ കാലഘട്ടത്തിൽ അത് മൊത്തം അടച്ചു തീർത്തു. 90,000 കോടി രൂപ അതിൻ്റെ ഫണ്ട് റേസ് ചെയ്യാനൊക്കെ പറ്റി. അതിൻ്റെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റിയത് ഈ ഷെയർസ് കുറേ വിറ്റ് അങ്ങനെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ അത് സീറോ ഡെപ്റ്റ് കമ്പനിയായി. ഇപ്പം സീറോ ഡെപ്റ്റ് കമ്പനി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഷെയർ മേടിക്കാൻ കൂടുതൽ പ്രിഫറൻസ് കിട്ടും. കാരണം നമ്മുടെ റിട്ടേൺ ഏർണിങ്സ് ഒക്കെ കൂടുതലാണ്. അതിൻ്റെ ഇക്വിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഷെയർസ് ലോൺ എടുക്കാതെ അതിനുള്ള ഏർണിങ്സ് വളരെ കൂടുതലാണ്, ഇപ്പോൾ വളരെ കൂടുതലാണ്. അതുപോലൊക്കെയുള്ള ഒരു കമ്പനിയാണെങ്കിൽ അതിൻ്റെ ഷെയർസിന് മാർക്കറ്റ് വാല്യൂ കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും പൊട്ടിപ്പോകുന്നുള്ള പേടി വേണ്ട, പെട്ടെന്ന് പൊട്ടിപ്പോകത്തൊന്നുമില്ല. ഇത്രയും ലാഭത്തിലാണ് ബിസിനസ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷെയർ എടുത്താൽ എപ്പോഴും ലാഭമേ ഉണ്ടാകത്തുള്ളൂ. അതിന് പ്രത്യേകിച്ച് കടങ്ങളോ ബാധ്യതകളോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് എടുക്കാൻ പറ്റും. അങ്ങനെ റിട്ടേൺ ഏർണിങ്സിൻ്റെ അത്രയും ഗുണങ്ങളുണ്ട്. പിന്നീട് ലിമിറ്റേഷൻ, excessive plotting back may cause dissatisfaction among the shareholders as they would get low dividend. ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കുറച്ച് കിട്ടുന്നതുകൊണ്ട് അവരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാകും. എന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾക്ക് ഇത്രയേ കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവരുടെ ഇടയിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകും. അതുപോലെ ഇറ്റ് ഈസ് ആൻ അൺസർട്ടൺ സോഴ്സ് ഓഫ് ഫണ്ട് ആസ് ദ പ്രോഫിറ്റ് ഓഫ് ദി ബിസിനസ് ആർ ഫ്ലക്ച്വേറ്റിംഗ്. ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ്സിനാണെങ്കിൽ അതിൻ്റെ ഉറപ്പിച്ച് പറയാൻ ഒക്കത്തില്ല. എന്ന് വെച്ചാൽ ഒരു വർഷം ലാഭമാണ്, അതിൻ്റെ അടുത്ത വർഷം ലാഭമാണെന്ന് ഉറപ്പിച്ച് പറയാൻ ഒക്കത്തില്ല. ഫ്യൂച്ചർ അൺസർട്ടൺ ആണ് ഒരു ബിസിനസ്സിൻ്റെ. അപ്പം അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ഇത് അടുത്ത വർഷം പ്രോഫിറ്റ് കിട്ടുമല്ലോ, അപ്പോൾ നമുക്ക് റിട്ടേൺ ഏർണിങ്സിലൂടെ ഇത് മാറ്റാം എന്ന് വിശ്വസിച്ചിരിക്കാൻ ഒക്കത്തില്ല. എന്തെങ്കിലും ലോസ് ഉണ്ടായാൽ അടുത്ത വർഷത്തെ പ്രോഫിറ്റ് കിട്ടുമ്പോൾ റിട്ടേൺ ഏർണിങ്സിലോട്ട് മാറ്റി ലോസ് നികത്താമെന്ന് വിചാരിച്ചിരിക്കാൻ ഒക്കത്തില്ല. ഫ്യൂച്ചർ അൺസർട്ടൺ ആണ്. അതുകൊണ്ട് അടുത്ത വർഷം എന്താണ് കിട്ടുന്നത്, ബിസിനസ്സിന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ, അത് ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നീട് 3ാമത് കാര്യം, ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ദീസ് ഫണ്ട്സ് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ബൈ മെനി ഫേംസ്. ദിസ് മേ ലീഡ് ടു ആൻ സബ് ഒപ്റ്റിമൽ യൂസ് ഓഫ് ദി ഫണ്ട്. ചില കമ്പനികൾ ഈ കിട്ടുന്ന ഫണ്ട് എവിടെ സൂക്ഷിക്കുന്നുവെന്നോ എന്ത് ചെയ്യുന്നുവെന്നോ പുറത്തെങ്ങും ആരും അറിയുന്നില്ല. ചിലപ്പോൾ ഇവിടെ അകത്തുനിന്ന് ചിലപ്പോൾ വീതിച്ചെടുക്കുകയോ അതിനകത്തുനിന്ന് ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഇതിനെ കൈകാര്യം ചെയ്യുന്നവർ വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോവുകയോ അവർ തന്നെ എടുക്കുകയോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതറിയാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ്, റിട്ടേൺ ഏർണിങ്സിൻ്റെ ലിമിറ്റേഷൻസ്. 2ാമതായിട്ടുള്ളത് ട്രേഡ് ക്രെഡിറ്റ് ആണ്. ട്രേഡ് ക്രെഡിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രേഡ് ക്രെഡിറ്റ് ഒരു കമ്പനിയിൽ നിന്ന് റോ മെറ്റീരിയലോ പ്രോഡക്റ്റോ എല്ലാം വാങ്ങിക്കൊണ്ട് പോകുമ്പം ഇത്ര നാളത്തേക്കുള്ള ഒരു ക്രെഡിറ്റ് പീരീഡ് കൊടുക്കും. ഇത്ര നാൾ കഴിഞ്ഞിട്ട് പൈസ അത് കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞ് ഒരു ട്രേഡ് ക്രെഡിറ്റ് കൊടുക്കും. സ്ഥിരമായിട്ട് വാങ്ങുന്നവരാണെങ്കിൽ അത്ര നാൾ കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ കൊടുക്കും. അതിൻ്റെ കുറച്ച് മെറിറ്റ്സ്. ട്രേഡ് ക്രെഡിറ്റ് ഈസ് എ കൺവീനിയൻറ്റ് ആൻഡ് കണ്ടിന്യൂസ് സോഴ്സ് ഓഫ് ഫണ്ട്. ട്രേഡ് ക്രെഡിറ്റ് നമുക്ക് എപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു കടയാണ്. ഈ കടയിൽ നമുക്ക് കടം ആയിട്ട് ട്രേഡ് ക്രെഡിറ്റ് ആയിട്ട് സാധനം വാങ്ങി അത് നമുക്ക് പിന്നെയും ആ മുതലാളിയായിട്ട് പരിചയമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും അടുത്ത പ്രാവശ്യവും അങ്ങനെ വാങ്ങാം. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് സാധനം വലിയ വിറ്റ് പോയിട്ട് പൈസ കൊടുത്താൽ മതി. അങ്ങനൊരു
ഉപകാരം അതിനുണ്ട്, ട്രേഡ് ക്രെഡിറ്റിനുണ്ട്. അത് പിന്നെയും നമുക്ക് പെട്ടെന്ന് നമ്മൾ പൈസ കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് വിശ്വാസ്യത ഉണ്ടാവും, പിന്നെ അവർ കടം തരികയൊക്കെ ചെയ്യും. പിന്നെ രണ്ടാമത്തത്, ട്രേഡ് ക്രെഡിറ്റ് മേ ബി readily available in the case of credit worthless of the customer is known to the seller. എന്ന് വെച്ചാൽ ഈ വാങ്ങുന്നയാളുടെ ബിസിനസ്സിനെ കുറിച്ച് വിൽക്കുന്നയാൾക്ക് അതിൻ്റെ ഒരു ബോധ്യമുണ്ടെങ്കിൽ അപ്പോൾ അത്രയും രൂപയ്ക്കുള്ള കടം കൊടുക്കാൻ അയാൾക്ക് പെട്ടെന്ന് കൊടുക്കുകയൊക്കെ ചെയ്യും, പെട്ടെന്ന് അയാൾ കൊടുക്കും. എന്നുവെച്ചാൽ ഇത് സ്ഥിരമായിട്ട് വാങ്ങുന്നതാണ്, ഇത്ര നാൾക്കുള്ളിൽ തിരിച്ചു നൽകുമെന്നൊക്കെ ആ ബിസിനസ്സിൻ്റെ ഉടമയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അത് ട്രേഡ് ക്രെഡിറ്റ് കൊടുക്കുന്നതായിരിക്കും. മൂന്നാമതായി, ട്രേഡ് ക്രെഡിറ്റ് നീഡ്സ് ടു പ്രൊമോട്ട് ദ സെയിൽ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ സെയിൽ കൂട്ടാൻ ട്രേഡ് ക്രെഡിറ്റ് സഹായിക്കും. എന്നുവെച്ചാൽ ഇവിടെ ആണെങ്കിൽ ഇച്ചിരി കടത്തിന് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞ ബേസിൽ കടം കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ പൈസ തിരിച്ച് കിട്ടും. അപ്പം ഇവിടുത്തെ സാധനങ്ങൾ വിറ്റ് പോവുകയും ചെയ്യും, ആ പൈസ കുറച്ച് നാൾ കഴിഞ്ഞ് കിട്ടുകയും ചെയ്യും. അങ്ങനൊരു ഗുണമുണ്ട്, അതിൻ്റെ ബിസിനസ്സിൻ്റെ സെയിൽ കൂട്ടിക്കൊണ്ടിരിക്കും. If an organization wants to increase its inventory level in order to meet expected rise in sale volume in the near future, it may use trade credit to finance the same. അവരുടെ ഇൻവെൻട്രി ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ട്രേഡ് ക്രെഡിറ്റ് കൊടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. എന്ന് വെച്ചാൽ ഇത് റോൾ ചെയ്ത് സാധനങ്ങളൊക്കെ വിറ്റ് പോകുന്നുണ്ട്, പൈസ പിന്നീട് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ട്രേഡ് ക്രെഡിറ്റ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻവെൻട്രി ലെവലും അതിനകത്ത് വിറ്റുന്ന സെയിൽസ് വോളിയൊക്കെ കൂട്ടാൻ സഹായിക്കും. ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ചാർജ് ഓൺ ദി അസറ്റ് ഓൺ ദി ഫേം വൈൽ പ്രൊവൈഡിങ് ഫണ്ട്. എന്നുവെച്ചാൽ ഇത് കൊടുക്കുമ്പം ഈ സാധനം കൊടുക്കുമ്പം പ്രത്യേകിച്ച് എന്നുവെച്ചാൽ ഈ ട്രേഡ് ക്രെഡിറ്റ് ഒരു സോഴ്സ് ആണല്ലോ, ഈ ഫണ്ട് റേസ് ചെയ്യാനുള്ള സോഴ്സാണ്. എന്ന് വെച്ചാൽ പണം കൊടുക്കാതെ തന്നെ സാധനം വാങ്ങി ആ പണത്തിന് മൂല്യമുള്ള സാധനങ്ങൾ വിൽക്കുകയാണല്ലോ നമ്മുടെ ഒരു സോഴ്സാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നുവെച്ചാൽ അതിന് പ്രത്യേകിച്ചുള്ളൊരു ഇൻട്രസ്റ്റോ ഡിവിഡൻറ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊടുക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകിച്ചൊരു നഷ്ടം അതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നില്ല. പിന്നെയുള്ള അതിൻ്റെ ലിമിറ്റേഷൻ അവൈലബിൾ ഓഫ് ഈസി ആൻഡ് ഫ്ലെക്സിബിൾ ട്രേഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി മേ induce a firm to engage in overtrading which may add to the risk of the firm. എന്നുവെച്ചാൽ ഇത് കൂടിക്കൊണ്ടിരുന്നാൽ, എന്നുവെച്ചാൽ ഈ ട്രേഡ് ക്രെഡിറ്റ് കൂടിക്കൊണ്ടിരുന്നാൽ അതിനകത്ത് തിരിച്ചു കൊടുക്കാനുള്ള തുകയും കൂടിക്കൊണ്ടിരിക്കും, അതിന് ഫേമിൻ്റെ ഒരു റിസ്കൽ പൊസിഷനിലേക്ക് എത്തിക്കുന്നതായിരിക്കും. രണ്ടാമതായിട്ട്, ഓൺലി ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ദി ഫണ്ട് ക്യാൻ ബി ജനറേറ്റഡ് ത്രൂ ദി ട്രേഡ് ക്രെഡിറ്റ്. എന്നുവെച്ചാൽ ഈ ഫണ്ട് സാധനം മേടിക്കുക, ഇൻവെൻട്രി മേടിക്കുക, അതിനൊരു 10,000 രൂപ, അത്രയും രൂപയും മാത്രമേ ട്രേഡ് ക്രെഡിറ്റിലൂടെ റേസ് ചെയ്യാൻ പറ്റുള്ളൂ. 10,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചു, പക്ഷേ പൈസ കൊടുത്തില്ല. അത്രയും രൂപയുടെ സാധനം മാത്രമേ ട്രേഡ് ക്രെഡിറ്റിലൂടെ കൂട്ടാൻ പറ്റുള്ളൂ. അത് ലിമിറ്റഡ് സോഴ്സാണ്, ചെറിയൊരു സോഴ്സാണ്. പിന്നെ മൂന്നാമതായിട്ട്, ഇറ്റ് ഈസ് ജനറലി എ കോസ്റ്റ് സോഴ്സ് ഓഫ് ദി ഫണ്ട്സ് ഓസ് കമ്പയർഡ് ടു മോസ്റ്റ് അതർ സോഴ്സ് ഓഫ് റേസിങ് മണി. ഇത് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സോഴ്സാണ്. എന്ന് വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളെക്കാളും ഇത് ഫണ്ട് റേസ് ചെയ്യാൻ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സോഴ്സാണ്. ഇത് ജനറേറ്റ് എ കോസ്റ്റ്ലി സോഴ്സ് ഓഫ് ഫണ്ട്സ് ആസ് കമ്പയർഡ് ടു മോസ്റ്റ് അതർ സോഴ്സ് ഓഫ് റേസിങ് മണി. ഇത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. സാധനം വാങ്ങുക, അത് വിറ്റ് കഴിഞ്ഞെങ്കിൽ അത് പണം കിട്ടുകയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത് പിന്നെയും നമുക്ക് കടക്കണിയിലേക്ക് എത്തിക്കാൻ, ചിലപ്പോൾ സാധനം വിറ്റ് പോയില്ലേ കടക്കണിയിലേക്ക് എത്തിക്കാനൊക്കെ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു റിസ്കി സോഴ്സാണ്, അത് കോസ്റ്റ്ലി ആയിരിക്കും. ഇത്രയാണ് ട്രേഡ് ക്രെഡിറ്റ് വഴിയുള്ളത്. അടുത്തത് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.